അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും കേട്ടോടി പുന്നാര മോളെ. നമ്മള് ഉണ്ണിമോനാണ് ശുണ്ടരി. നോക്ക് ഉണ്ണിമോൻ ശുണ്ടരി. നീ സുന്ദരി അല്ല, ഉണ്ണിമോള് അനാമിമോള്. ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ ഈ തടിച്ചു കിടക്കുന്നത്. ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. ഹായ്, നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനാമിക വിഷ്ണു, ഇന്ന് അവരെ കുറിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം അനാമിക വിഷ്ണു ഇവരെല്ലാവർക്കും അറിയായിരിക്കാം. കുറച്ചു നാൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ് ഈ ഒരു അനാമിക. ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ കാണുകയുണ്ടായി. വേറൊന്നുമല്ല, അവരുടെ ആ ഒരു അനാമിക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുഞ്ഞിനെ മോശം പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. അപ്പൊ ആ കുട്ടി അതിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു റിപ്ലൈ ആണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാല് ഒരമ്മമാർക്ക് സഹിക്കത്തില്ല സ്വന്തം കുഞ്ഞുങ്ങളെ പറഞ്ഞാല്, അത് ആരും സഹിക്കത്തില്ല. അപ്പൊ എന്തായാലും ആ ഒരു കുട്ടി ആ ഒരു സ്ത്രീക്ക് കൊടുത്തേക്കുന്ന റിപ്ലൈ ആണ് സത്യം പറഞ്ഞാല് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പൊന്നുവിനെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ അനിയത്തിനെ ആദ്യം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. പക്ഷെ വന്നതെല്ലാം നെഗറ്റീവ് കമന്റുകളാണ് വന്നിരുന്നത്. അപ്പം നെഗറ്റീവ് കമന്റുകളിൽ കുറച്ച് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് നന്നായിട്ട് വേദനിപ്പിച്ച കുറച്ച് നെഗറ്റീവ് കമന്റുകളുണ്ട്. അപ്പൊ അവർക്ക് ഉള്ള ഒരു മറുപടി ഞാൻ ആദ്യം തന്നെ പറയാം, എന്നിട്ട് ബാക്കി വീഡിയോന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഒരുത്തിയിട്ട കമന്റ്, നിന്റെ കുഞ്ഞിന്റെ മോന്തെ ഒന്ന് നോക്കടി, വെറുതെ അല്ല ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ ഒരുത്തി നല്ല ഒരു പുന്നാര മോളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കും, നിനക്ക് കമന്റ് ഇടാനുള്ള ധൈര്യം കാണും, നീ ഇന്ന് ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയാം. പക്ഷെ എന്റെ മുമ്പ് നേരിട്ട് വന്നു നിന്ന് നിനക്ക് പറയാനുള്ള തന്റേടം കാണത്തില്ല. അങ്ങനെ വന്നു നിന്ന് നീ പറയാനുള്ള തന്റേടം കാണിച്ചാൽ നീ അത് ഒരു വട്ടവേ കാണിക്കും. അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും കേട്ടോടി പുന്നാര മോളെ എന്ന് തന്നെ ഞാൻ പറയും. ഇനി എവളെന്നല്ല ഏവളിനി എന്റെ കൊച്ചിനെ പറ്റി ഇമാതിരി തോന്നിവാസ എന്നോട് പറഞ്ഞാലും ഞാൻ പറയും. കമന്റ് ഇടുന്നത് നിങ്ങളുടെ അവകാശമാണ്, കമന്റ് ഇടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ കമന്റ് ഇട്ട പുന്നാര മോളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മേല ഇനി എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ കയറി ഇമാതിരി ഇട്ടേക്കല്ല. എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇത്രയും മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് ഞാനൊരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം എന്റെ പുന്നാര മോളെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, മേല എന്റെ കൊച്ചിനെ പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്നിടരുത്. എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ നിന്നെ വേണമെങ്കിൽ, പക്ഷെ നിന്നെ ബ്ലോക്ക് ചെയ്യാത്തത് നീ ഈ ഒരു വീഡിയോ നീ കാണണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത്. ഉള്ളത് പറയാലോ, മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ മറുപടി കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കണ്ടുകൊണ്ടും കേട്ടോണ്ടിരിക്കാൻ പാടില്ല. കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്താൽ പിന്നെ റിപ്ലൈ ഇടാൻ വേണ്ടിട്ട് പിന്നെ തീർച്ചയായിട്ടും വരത്തില്ല. അപ്പോ ഈ ഒരു മറുപടിയാണ് എനിക്ക് സത്യം പറയാൻ ഇഷ്ടപ്പെട്ടത്. ആരെങ്കിലും ഇങ്ങനെ പറയോ, എന്തൊരു സ്വഭാവമാണ്, അഹങ്കാരി, ഇപ്പൊ അനാമിക അങ്ങ് ഓവറായി, ഒത്തിരി കമന്റുകൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും എന്നായിരിക്കും എന്റെ നെഗറ്റീവ് കണ്ടിരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. പക്ഷെ ഗൈസ്, എന്നെ സ്നേഹിക്കുന്ന അമ്മമാര് കൂടെ വന്ന് നെഗറ്റീവ് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. കാരണം അവർ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് തോന്നിയതാണ് അവർ അഭിപ്രായമായിട്ട് വന്ന് പറഞ്ഞത്. പക്ഷേ അമ്മമാരെ അറിയിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരറിയാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ 1-2 പേര് ഇതേപോലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോള് കാണിച്ച തെറ്റാണ്, അല്ലെങ്കിൽ തമാശയ്ക്ക് കാണിച്ചെങ്കിൽ പോലും അത് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അമ്മമാരൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് അതൊരു വിഷമമായിട്ട് തോന്നി എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ നമ്മളെ പറ്റി പറഞ്ഞ ഒരു അക്കൗണ്ട് കൂടെ ഉണ്ട്, അവളും കൂടെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അവൾക്കുള്ള മറുപടി കൊടുത്തു. അവളെ നമുക്ക് ഇപ്പൊ ആ ഒരു കുട്ടിക്ക് ഒരു അനിയത്തി ഉണ്ട്. അത് ഇപ്പോഴാണ് ഒരു വ്ളോഗിലൂടെ കാണിക്കുന്നത്. ആ കുട്ടിയുടെ അനിയത്തി പൊന്നു എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഒരു ഫംഗ്ഷൻ എന്തോ ഇറങ്ങിയതാണ്. ആ ഒരു സമയത്ത് പൊന്നു എന്ന് പറയുന്ന കുഞ്ഞിനെ കൂടി കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു കുട്ടിയെ കുറിച്ചിട്ട്, അതായത് തമാശക്കാണ് അവർ പറയുന്നത്, നിന്നെ കാണാൻ കൊള്ളില്ല, നീ സൗന്ദര്യം ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ മുതലേ അത് വൈകിട്ട് വിളിക്കാം. സമയം നീ ആദ്യമായിട്ടല്ലേ കാണുന്നേ? ഉറക്കത്തിന് ഇനി എങ്ങോട്ട് പോവാ? ഇനി എവിടെ കൊണ്ടൊന്ന് ബീച്ചിൽ പോണം. പിന്നെ ഗസ്റ്റ് ക്ഷീണിച്ചല്ലോ. ചെയ്യാനാണ് നമ്മൾ കുറച്ച് സപ്പേട വീട്ടിൽ പോയി. ഒരു കുരുപോലില്ലാത്ത മുഖമായിരുന്നു. മുഖമൊക്കെ വ്ളോഗിനിടാൻ ഒരു ഹായ് പറഞ്ഞു. പിന്നെ ചില അമ്മമാരൊക്കെ തിരക്കും. ഹലോ, ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ചേച്ചി എത്ര വേണ്ട അനിയത്തി സ്കൂൾ
ഉണ്ണിമോള് എണീറ്റ് പൊന്നുവിനെ കാണാം. ഉണ്ണിമോളെ എണീച്ച് ഉറക്കം. ഇച്ചിരി കൂടിയെങ്കിലേ ഉള്ളു മേക്കപ്പ്. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? പൗഡർ ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും പൗഡർ തീർന്ന വീട്ടിലെ സ്വാഭാവികമായിട്ട് നമ്മുടെ അനിയത്തിയും ചേട്ടത്തിയാണ്. ഇപ്പൊ എന്റെ ചേച്ചിയാണെങ്കിൽ കൂടിയും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കാണ്. വഴക്കെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കാൻ പറ്റാത്ത അത്രയും വഴക്കാണ്. അപ്പൊ അങ്ങനെ ഇപ്പോഴും അതേ വഴക്കുണ്ട്. പക്ഷെ ഇപ്പൊ അത്രയും ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇതുപോലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ, അത് എന്നെ ഒറ്റപ്പെടുത്തും പോലെയോ ഇല്ലെങ്കിൽ അങ്ങനെ എന്നെ ഒരുക്കിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പൊ അത് സ്വാഭാവികമാണ്. അത് അവര് ചുമ്മാ വ്ളോഗിലൂടെ പറയുന്നേ ഉള്ളൂ. അത് ചുമ്മാ അത് അവര് ശ്രദ്ധിച്ചു പോലും കാണത്തില്ല. നീ സുന്ദരി അല്ല. ഞങ്ങളുടെ ഉണ്ണിമോള് അനാമിമോള് കൊറിയയിലൊക്കെ കൊറിയയിലൊക്കെ കോഴികൾ ഇങ്ങനെ നടക്കുന്നത്. അത് പിന്നെ ഇന്ന് മുടി ഇച്ചിരി താന്നു വന്നിട്ടുണ്ട്. മുടി ഇച്ചിരി പോണിട്ടയിലിട്ടപ്പോ കുറേ കിഴിച്ചു വരണം വെട്ടിയിട്ട് വയ്ക്കണം. ഫോട്ടോഷൂട്ട് ഉണ്ണിമോക്കാനുള്ളതാണെങ്കിലും മേക്കപ്പ് എനിക്ക് ഉള്ളതാട്ടോ. അങ്ങനെ ഞാൻ ചെറിയൊരു ബ്യൂട്ടി പാർലറിൽ കയറി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ചേച്ചി എന്നെ മാത്രം ഒരുക്കിയില്ല. ചേച്ചി ആയിട്ട് കുറെ മെമ്പർ പോയി നടക്കും. എന്താ പറയാ കാണിക്കില്ല നിങ്ങൾ അറിയുന്നത് പന്ന ചേച്ചിയാണ്. എന്നെ ഒന്നും ഒരിക്കലും കണ്ടാവൂ ലിപ്സ്റ്റിക് ആയിട്ട് മുടിയെല്ലാം സ്റ്റൈലാക്കി നടക്കുക. എന്നെ ഒന്നും ഒരിക്കലും പൊട്ടു പോലും ഇട്ടതില്ല. ഇങ്ങനെ വൈറ്റ് എടുത്തിരുന്നേ. വിഷ്ണു ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവളെ മേക്കപ്പ് ചെയ്തിട്ടില്ല, എന്നെ മാത്രം സുന്ദരിയാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു കുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ ഈ തടിക്ക് കിടക്കുന്നത്. ഇത് ഞങ്ങളെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ, ഉണ്ണി പോലെ. സ്വന്തം അനിയത്തി ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത്, അതും അത്രയും നാൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നത്. നിന്നെ കാണാൻ കൊള്ളില്ല, നീ സൗന്ദര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ. അതും ഇപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ അനിയത്തിയും ചേട്ടത്തിയാണ്. ഇപ്പൊ എന്റെ ചേച്ചിയാണെങ്കിൽ കൂടിയും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കാണ്. വഴക്കെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കാൻ പറ്റാത്ത അത്രയും വഴക്കാണ്. അപ്പൊ അങ്ങനെ ഇപ്പോഴും അതേ വഴക്കുണ്ട്. പക്ഷെ ഇപ്പൊ അത്രയും ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇതുപോലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ, അത് എന്നെ ഒറ്റപ്പെടുത്തും പോലെയോ ഇല്ലെങ്കിൽ എന്നെ ഒരുക്കിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പൊ അത് സ്വാഭാവികമാണ്. അത് അവര് ചുമ്മാ വ്ളോഗിലൂടെ പറയുന്നേ ഉള്ളൂ. അത് ചുമ്മാ അത് അവര് ശ്രദ്ധിച്ചു പോലും കാണത്തില്ല. അമ്മമാർക്കും അറിയാം, 2 മക്കളുള്ള വീട്ടിലെ ഇണക്കങ്ങളും കാണും, പിണക്കങ്ങളും കാണും. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയായാൽ പോലും പറയും നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാം പറയും. അതെന്താ അവരെ ഒന്നും മുഖം പാടി കാണാനും അവരെ ചൊടിപ്പിക്കാനും ഒക്കെ എന്ന് വെച്ചാൽ അവരൊന്ന് ദേഷ്യപ്പെടുത്താനും അവർ നമ്മളോട് ഗുസ്തി പിടിക്കാൻ വരികയൊക്കെ ചെയ്യും. ആ ഒരു ലെവലിലാണ് എല്ലാ വീട്ടിലും സംഭവിക്കാറുള്ളത്. എല്ലാ അനിയത്തി ചേട്ടത്തിമാരും അല്ലെങ്കിൽ അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഈ 2 മക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാവുന്ന കാര്യമായി. എന്തായാലും ഇത്രയും നെഗറ്റീവ് കമന്റ്സുകൾ വന്നതുകൊണ്ട് മാത്രം വീണ്ടും അനിയത്തിയെ കൊണ്ടുവന്നിട്ട് ഒരു വീഡിയോ ചെയ്യിപ്പിക്കുകയുണ്ടായി. ഒരുപാട് കമന്റ് ആയിരുന്നു. അത് കണ്ടപ്പോ തന്നെ സെക്കൻഡിൽ ഇവിടെ വന്നു കേട്ടോ. ചേച്ചീനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമാണ് പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറയാനുള്ള ചേച്ചി എന്നോട് തമാശക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണോ? നിങ്ങളെ വീട്ടിലിപ്പം 2 പേരുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറുന്നത് അതേ കൂട്ടാ ഞങ്ങളും ഇവിടെ. പക്ഷെ വല്ലപ്പോഴുമാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ എന്റെ കൂടെ വന്നു നിന്നതല്ലേ. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അവൾ ഇവിടെ വന്നു നിന്നത്. എന്നിട്ട് ഞങ്ങൾ 2 ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതൊന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം ഈ പ്രശ്നം ഇങ്ങനെ കിടക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ലത്. ഇനി വേണം ഞങ്ങൾക്ക് അതെല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ചേച്ചി എന്നെ അല്ലെങ്കിൽ തമാശക്കാണ് ചേച്ചിനോട് പറഞ്ഞത് നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ നടുക്ക് നിൽക്കുന്നത് ഉണ്ണി എന്തോ ഞങ്ങളുടെ മോളല്ല എന്നൊക്കെ പറഞ്ഞത് ചേച്ചി തമാശക്കായിരിക്കും. അതിപ്പോ ചേച്ചി എണീറ്റിയുമ്പോ അങ്ങനെ പറയും, അടി കൂടും, വഴക്കുണ്ടാക്കും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും വഴക്കുണ്ടാക്കിയാലും 2 മിനിറ്റ് അതിൽ കൂടുതൽ ഞങ്ങൾ പോകത്തില്ല. പിന്നെ ആ ഒരു തിരക്കിനിടയിൽ ഉണ്ണിമോള് കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് ചേച്ചിക്ക് എന്നെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെ ചേച്ചിനിരിക്കുമ്പോ അങ്ങനെ വഴക്ക് കൂടും എല്ലാവരും. ഇനിയിപ്പോ ചിലവർ വന്നിട്ട് പറയായിരിക്കും ഇത് പറയിപ്പിക്കില്ലാതെ ചിലവർ പറയുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം. വന്ന വഴി ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ മനസ്സ് വിഷമിപ്പിക്കത്തുമില്ല. അപ്പം ഇനി ബാക്കി എന്തൊക്കെ ആൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ആള് ബാക്കി പറയട്ടെ. ഞാൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ട് ചേച്ചി ഫോട്ടോഷൂട്ടിന് ഉണ്ണിമോളുടെ ഫോട്ടോഷൂട്ടിന് പോയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വെറും 1-2 പേര് മാത്രമായിരുന്നു പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോ തന്നെ ഞാൻ ഇവിടേക്ക് വന്നു കേട്ടോ. ചേച്ചി അത് അനിയത്തിക്ക് ആവുന്ന സമയത്ത് അവരടി കൂടും, തമ്മിൽ പിണങ്ങും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും പിണങ്ങിയാലും ഒരു 2-3 മിനിറ്റ് മാത്രമേ ഞങ്ങൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പഴയ പോലെ തന്നെയായിരിക്കും. പിന്നെ രണ്ട് കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ മനസ്സിലാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും അടി കൂടും, എല്ലാം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കരയും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൂടുതൽ സമയം മിണ്ടാതിരിക്കും അങ്ങനെയൊന്നുമില്ല. കൂടിപ്പോയ 2 മിനിറ്റ് മാത്രമേ ഞങ്ങൾ മിണ്ടായിരിക്കും.
പിന്നെ ചേച്ചി എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്നത് ഞങ്ങളുടെ മുകളിൽ, അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല. കാരണം ചേച്ചി അതെന്നോട് തമാശക്കാണ് പറയുന്നത്, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഇവിടെ കാണുന്നവരെല്ലാം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും നെഗറ്റീവായിട്ട് കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണിമോളെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം. എന്നെ കാണാൻ കൊള്ളാം, പക്ഷെ ഉണ്ണിമോളെ കാണാൻ കൊള്ളത്തില്ല, ഉണ്ണിമോക്ക് ഇതുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അതല്ല ചേച്ചി എന്നോട് തമാശക്ക് പറയുന്ന ഒരു കാര്യം മാത്രമാണ്, അല്ലാതെ ചേച്ചി ഒരിക്കലും എന്നോട് സീരിയസ് ആയിട്ട് ചേച്ചി നല്ല ഉണ്ണിയണ്ണനും എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല, നിന്നെ കാണാൻ കൊള്ളില്ല അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല ചെയ്യാൻ പാടില്ല. 10 ആൾക്കാർ കാണുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവസാനം വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് തമാശയ്ക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ച് ചെയ്താൽ നന്നായിരിക്കും.